ഇന്ന് റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ അധികം വലിച്ചു വാരിയൊന്നും ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല നീറ്റ്നെസ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തുടച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ബോർഡുണ്ട്. അത് ഞാനിങ്ങനെ ഒരു പൂവിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അതിൽ ആ ഒട്ടിച്ച് വെച്ചേക്കുന്ന സ്റ്റിക്കിനൊട്ടൊക്കെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. മീൻസ് നമുക്കൊരു ഒരു വിഷൻ ബോർഡ് പോലെയൊക്കെ അങ്ങനെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ കാണിക്കുന്ന ഐറ്റം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ അങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതിനകത്ത് കാണിക്കുന്ന ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ ഇത് കപ്പ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. ഒരു റാക്ക് പോലത്തെ ഒരു സാധനമായിരുന്നു. അത് ഞാൻ അത്യാവശ്യം വളയൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണ്. അല്ലെങ്കിൽ പൊട്ടിപ്പോവും വളയൊക്കെ പെട്ടെന്ന് ബോക്സിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാകുമ്പോൾ എടുക്കാനും എളുപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം രാവിലെ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതേപോലെ ഒമേഗയുടെ ടാബ്ലറ്റൊക്കെ. അപ്പോൾ അത് അല്ലെങ്കിൽ മറന്നു പോകും, എപ്പോഴും കണ്ടു കഴിഞ്ഞാലാണ് ഓർക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡ്രോയറിൽ അത്യാവശ്യം ജ്വല്ലറിയൊക്കെ ഓർഗനൈസ് ചെയ്തൊരു ബോക്സാണ് കേട്ടോ. ഇത് വലിയ വിലയൊന്നും ഉള്ളതല്ല, പക്ഷേ നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതിൽ നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റ് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള വലുതാണെങ്കിൽ നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കാം കേട്ടോ. അത് ഇളക്കി എടുത്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ജ്വല്ലറിയുടെയൊക്കെ സ്റ്റോൺ ഇളകി പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് അതിൻ്റെ സ്റ്റോണൊന്നും ഇളകി പോകില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടോ. 2 ബോട്ടിലൊരു സെറ്റാണ്. ഇതിനകത്ത് ഒരു ഫുൾ ക്യാപ്പും ഉണ്ട്, അതേപോലെ ഇതേപോലെ കോമ്പ് വരുന്നൊരു ടൈപ്പും ഉണ്ട്. നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കട്ടിയായിട്ടിരിക്കുകയാണ് ഓയിൽ. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഹിനുവിൻ്റെ ഐറ്റംസ് ആണ്, പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന്. അതെല്ലാം ഒന്ന് ഫസ്റ്റ് ഡ്രോയറിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അത് ഒരു ബാഗാണ്. പിന്നെ മുസല്ലയും നിസ്കാരക്കുപ്പായും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ എടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ എപ്പോഴും സെറ്റാക്കി വെക്കുക. നമ്മളിപ്പോൾ എന്ത് സാധനം എടുത്താലും അതുപോലെ തിരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാകത്തില്ല ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ ഇത് ഹിനുവിൻ്റെ ഒരു നെബുലൈസറും പിന്നെ മരുന്നിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. കാരണം എല്ലാം എടുക്കാനുള്ള എളുപ്പത്തിന് നമ്മുടെ സൗകര്യത്തിനുമാണല്ലോ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇവിടുത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കബോർഡാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം സാരി ഇട്ട കബോർഡിലാണ്. ഇതിനകത്ത് തന്നെ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഇതാക്കുന്നത്. ഞാൻ അത്യാവശ്യം ഒരു സാരി ലവറാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സാരീസൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഇത് ഹിനുവിൻ്റെയും എൻ്റെയും ഡ്രസ്സുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ അത്യാവശ്യം ബെഡ്ഷീറ്റ്സ്, ബാഗ്, അതുപോലെ ഹിനുവിൻ്റെ ടോയ്സൊക്കെ താഴത്തെ സെക്ഷനിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുമെല്ലാം അതിനകത്ത് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പിന്നെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം, പിന്നെ ബ്ലാങ്കറ്റ് ഒന്ന് വാഷ് ചെയ്യാനും കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റി പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ഒരു ഐറ്റം കാണിക്കാം കേട്ടോ. അത് ബെഡ്ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ, നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഇങ്ങനെ അതായത് ഇതിപ്പോൾ ആ ബെഡ് ഒരുപാട് അടിയിലേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് നമുക്ക് അടിയിലോട്ട് കയറ്റി വെക്കുന്നതിന് കുറച്ചധികം പാടായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്ത ബെഡുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റിന് 4 സൈഡിലൊരു കെട്ടിട്ടിട്ട് അത് നമ്മുടെ ബെഡിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇതിങ്ങനെ ഷീറ്റ് ഇങ്ങനെ ഇളകി മാറുമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ല കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള ബെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈനിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഒരു പിങ്ക് കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ എടുക്കുന്നത് വിരിക്കാൻ വേണ്ടി. 3 പില്ലോ കവർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കേസേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അതിട്ടു, ഷീറ്റ് വിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിയിലോട്ട് കയറ്റി വെക്കാൻ പറ്റുന്ന ബെഡാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കെട്ടിട്ടിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. ഇത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ബെഡ് പൊക്കിയെടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇത് ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാവേ.
ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പൈറൽ പോലെ ഇരിക്കും. നമ്മളിങ്ങനെ അകത്തോട്ട് പിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് കയറിയിരിക്കും. അപ്പോൾ അത് പുറത്ത് കാണാൻ അങ്ങനെ ഒരു ഭംഗി കുറവ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇത് നമുക്ക് ബെഡ്ഷീറ്റിന് അതേപോലെ നമ്മുടെ സോഫ കവറിൽ അങ്ങനെ സോഫ കവർ പിൻ ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഹിനു ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചവിട്ടി കയറിയാലോ അല്ലെങ്കിൽ ഒരുപാട് കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇളകി വരത്തൊന്നുമില്ല കേട്ടോ ബെഡ്ഷീറ്റ്. അപ്പം നമുക്ക് വിരിക്കാനും എളുപ്പമാണ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് വിരിക്കുകയൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത്യാവശ്യം ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഹിനുവിന് എപ്പോഴും കിടക്കുമ്പോൾ അത് ബൂബു ആണ് ഹിനു പേരിട്ടേക്കുന്നത്. അപ്പോൾ ബൂബുവിനെ എപ്പോഴും ഇങ്ങനെ കട്ടിലിൽ തന്നെ വെച്ചേക്കും. പിന്നെ അപ്പോൾ അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡെയിലിയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ല. ക്ലീനിങ്ങിൻ്റെ പരിപാടിയും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ വലിയ ജോലിപ്പാടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഹിനു എല്ലാം വാരി വലിച്ചിടുവാണെങ്കിലും അപ്പോൾ തന്നെ സെയിം ഡേ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി പെട്ടെന്ന് കുറവായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് പിന്നെ ഞാൻ ഒരു കോഫിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ ചെക്കൗട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ.